ഹലോ ഫ്രണ്ട്സ്, SSC കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഓട്സ് കൊണ്ട് ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ബാഡ് കൊളസ്ട്രോള്, തൈറോയിഡ് എന്നിവയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. ഇത് ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 ടേബിൾ സ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള ഓട്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് തവയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താലും മതി. വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനേക്കാളും എളുപ്പവും നല്ലത് ഇതും ഇങ്ങനെ ചെയ്യലാണ്. ഇതൊരു 6 ടേബിൾ സ്പൂണ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുതിർന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവില്ല ഓട്സിന്, അതൊക്കെ മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുതിർത്തിയെടുക്കുന്നുള്ളത്. ഇതാ കണ്ടില്ലേ, എളുപ്പത്തിൽ തന്നെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1.5 ഫിലിപ്പീൻ പഴമാണ് കേട്ടോ. ഇത് റോബസ്റ്റ പഴം നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഇത്രയും വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1.5 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 പഴം എടുക്കാം. 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ്, പിന്നെ 2 മുട്ട. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രം, ഒരു 1/2 കപ്പ് 1/4 കപ്പ് അത്ര വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ പഴം ഇട്ട് കൊടുക്കാം. പിന്നെ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം വേണ്ടാത്തവർ ഒഴിവാക്കാം. ഞാൻ ഇതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ. അതുകൊണ്ടാണ് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നമ്മൾക്ക് കട്ടിക്ക് തന്നെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വേണം കേട്ടോ ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളമൊന്നും ചേർക്കണ്ട, ഇത്ര മാത്രം മതി. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണ്ട. ഞാനിവിടെ പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ടെന്ന ആവശ്യമില്ല. ദോശത്തവിയിലും ഫ്രൈ പാനിലും ഒക്കെ ഒരുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതിനെ ചുട്ടെടുക്കുന്നേ ഇല്ലൂ. നമ്മൾ ഫ്രൈ പാനിൽ ഒഴിച്ചാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആദ്യം ഞാൻ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കയ്യിലില്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ചേർത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഇളകി പോരുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി പോരുമല്ലോ. അപ്പോൾ അതൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗീയൊക്കെ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, അത്രമാത്രം. പിന്നെ നമ്മൾക്ക് 1 മിനിറ്റ് മാത്രമേ ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടുന്നുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കൂടി ഒരു കളർ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റിൽ ആയി കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഇത്. ഒരുപാട് ടൈമൊന്നും എടുക്കുന്നൊന്നുമില്ല. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇവർക്ക് സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇത് പാൻ കേക്കായിട്ടും നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും അപ്പഴത്തിന് പകരമായിട്ട് കഴിക്കുന്ന അതുമായിട്ട് പറയാം. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. കണ്ടില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് നാച്ചുറലായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹണിയാണ് കേട്ടോ, തേന്. അതാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചെടുക്കുന്നുള്ളത്. ന്യൂട്ടെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്തിട്ടും മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇതിങ്ങനെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ചേർത്തെടുത്തിട്ടൊന്നുമില്ല. ഇത് ബനാനൻ്റെ ഫ്ലേവർ തന്നെ നന്നായി കിട്ടുന്നുണ്ട് ഇതിന്. ഈസി ആയിട്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈവനിങ് സ്നാക്ക്, ഈ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലും കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ.
ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.